ചേലേമ്പ്ര, പള്ളിക്കൽ, പെരുവള്ളൂർ, തേഞ്ഞിപ്പാലം, വള്ളിക്കുന്ന്, മുന്നിയൂർ എന്നിങ്ങനെ 6 പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് മണ്ഡലം. UDF-നും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും ശക്തമായ വോട്ട് ബാങ്കാണ് മണ്ഡലത്തിലുള്ളത്. 2009 നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദിന് ഇടതുമുന്നണിയിലെ കരുത്തനായ എതിരാളി TK ഹംസയേക്കാൾ 12,946 വോട്ടുകൾ ഇവിടെ അധികം ലഭിച്ചു. 2014 തിരഞ്ഞെടുപ്പായപ്പോൾ അഹമ്മദിന്റെ ഭൂരിപക്ഷം 23,935 ഉയർന്നു. പ്രാദേശിക നേതൃത്വത്തെ ചൊല്ലി ലീഗിലെ വിഭാഗീയതയും ആഭ്യന്തര പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഈ സമയത്താണ്. ഇത് മുതലെടുത്ത് 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നണി രൂപീകരിച്ച് CPM നേതൃത്വം ചേലേമ്പ്ര പഞ്ചായത്തിൽ ഭരണമേറ്റു. എന്നാൽ ഇത് ഒഴിച്ചു നിർത്തിയാൽ UDF-നെ മാത്രം പിന്തുണച്ച ചരിത്രമാണ് വള്ളിക്കുന്നിനുള്ളത്. പക്ഷേ 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ UDF-ലെ വിഭാഗീയത രൂക്ഷമായത് പള്ളിക്കൽ, വള്ളിക്കുന്ന്, തേഞ്ഞിപ്പാലം പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് ശക്തമായ പ്രതിപക്ഷമെന്ന നിലയിൽ ഉയരാൻ സാധിച്ചു. ഇതിനിടയിൽ വിഭാഗീയത പരിഹരിച്ച് നേതാക്കളെ സമവായത്തിലൂടെ ഒന്നിപ്പിക്കാൻ ലീഗ് നേതൃത്വത്തിന് സാധിച്ചു. പക്ഷേ അപ്പോഴും UDF-ലെ വിഭാഗീയത മുതലെടുത്ത് തട്ടിക്കൂട്ടിയ ജനകീയ മുന്നണി ഇടതുപക്ഷത്തിന് വലിയ ആവേശമാണ് പകരുന്നത്. അതേസമയം ഓരോ തിരഞ്ഞെടുപ്പിലും തങ്ങളുടെ വോട്ട് ശതമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നത് NDA-ക്കും വലിയ പ്രതീക്ഷയാണ് വള്ളിക്കുന്ന് മണ്ഡലം നൽകുന്നത്. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, മലപ്പുറം.